പോളോ GT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടിയാണ്. നല്ല പെർഫോമൻസ് ആയിരിക്കും, മൈലേജും കുഴപ്പമില്ലാത്തൊരു മൈലേജും കിട്ടും, പെട്രോൾ ആയിരിക്കും വരെ, ഓട്ടോമാറ്റിക് ആയിരിക്കും, പക്ഷേ നല്ല പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ് പോളോ GT എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പോളോ GT ഉപയോഗിച്ച ആളുകളൊക്കെ വീണ്ടും അങ്ങനത്തെ ഒരു വണ്ടി തന്നെ അന്വേഷിച്ച് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നതാണ് പോളോ GT. ഓട്ടോ ഡിലക്സ് യൂസർ കാർസിൽ ഇന്നത്തെ വീഡിയോ വരുന്നത് പോളോ GT ആണ്. 2021 മോഡലാണ്. ഒരു 47,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. KL 65 വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓണറുടെ നിർദ്ദേശപ്രകാരമാണ്. ഫാൻസി നമ്പർ ആട്ടോ വണ്ടിക്ക്. അപ്പോൾ ഫാൻസി നമ്പർ നമ്മൾ മറച്ചു വെച്ചത് ഓണറുടെ നിർദ്ദേശപ്രകാരമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വാഹനത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും വാഹനം അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഉപകാരപ്പെടും. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2021 മോഡലാണ്. ഒരു 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മലപ്പുറത്തെ ഷോറൂമിൽ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇതുവരെ ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പം ഓണർ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടി വിൽപ്പന ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും പാർട്ടിയുടെ കയ്യിൽ നിന്ന് നേരിട്ടൊരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം മലപ്പുറത്തൊന്നുമില്ല, മലപ്പുറത്താണ് ഇപ്പോൾ പാർട്ടി ഉള്ളത്. വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ GT എന്നുള്ള ഇത് കാണാം. അതേപോലെ സാധാ പോളിൽ ചെറിയ മാറ്റങ്ങൾ GTയിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ വാഹനത്തിന്റെ എഞ്ചിനും മറ്റ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. വാഹനം ഓട്ടോമാറ്റിക്കലായിരിക്കും വരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും കാണാം. ടയറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അലോവിയിൽ, കമ്പനി അലോവിയിൽ കാണാം. ടയർ 4 ടയർ 90% മുകളിൽ ഓടാനുള്ള ടയർ വരുന്നുണ്ട്. പിന്നെ വാഹനത്തിന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്കൊന്നും യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ വന്നിട്ടില്ല. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല നീറ്റാണ്. വാഹനത്തിന്റെ ഓരോ ലൈനിങ് നോക്കുകയാണെങ്കിലും കറക്റ്റ് പക്കയാണ്. ഡെന്റിങ് പോലും വന്നിട്ടില്ല. റീപെയിന്റ് കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതേപോലെ വാഹനത്തിന്റെ പുറകിൽ വരികയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മുടെ സാധാ പോളൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. ഞാൻ ബൂട്ട് സ്പേസ് കാണിക്കണില്ല, അദ്ദേഹത്തിന്റെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായ ഒരു വണ്ടിയാണ്. വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പോളോ GT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടിയാണ്. നല്ല പെർഫോമൻസ് ആയിരിക്കും, മൈലേജും കുഴപ്പമില്ലാത്തൊരു മൈലേജും കിട്ടും, പെട്രോൾ ആയിരിക്കും വരെ, ഓട്ടോമാറ്റിക് ആയിരിക്കും, പക്ഷേ നല്ല പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ് പോളോ GT എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പോളോ GT ഉപയോഗിച്ച ആളുകളൊക്കെ വീണ്ടും അങ്ങനത്തെ ഒരു വണ്ടി തന്നെ അന്വേഷിച്ച് വരുന്നത്. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല കംഫർട്ടുള്ള സീറ്റാകാരം വരിക. അതേപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലെഗ് റൂം വരും. അതേപോലെ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഡോർമിൽ തന്നെയാണ്. പവർ വിൻഡോ ബട്ടൺ, ലോക്ക് അൺലോക്ക്, അതേപോലെ ഫോൾഡബിൾ സൈഡ് മിറർ യൂണിറ്റ് ഒക്കെ ഡോർമിൽ തന്നെയാണ് വരിക. പിന്നെ മാനുവൽ ഗിയർ ബോക്സ് അല്ല, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരിക്കും വാഹനം വരിക. ആകെ 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പെട്രോളാണ്. 2 സീറ്റ് നോക്കാം. ഡ്രൈവർ സൈഡ് ആണെങ്കിലും കോ ഡ്രൈവർ സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. നീറ്റായ ഒരു വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ ഉള്ളത് മലപ്പുറത്താണുള്ളത്. KL 65 രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്. ഓണറെ കൈ തന്നെയാണ് ഇപ്പോഴും വണ്ടി ഉള്ളത്. വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. നല്ല സ്ട്രോങ് ബോഡിയാണ്. പോളോയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 2021 മോഡലാണ്. 11,4 ലക്ഷം ഉറുപ്പ്യാണ് പാർട്ടി ഉദ്ദേശിക്കുന്ന വില. അതിൽ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടായിരിക്കും വണ്ടി തരിക. അപ്പോൾ ഒരു വർഷത്തേക്ക് ഇൻഷുറൻസോട് കൂടി 11,4 ലക്ഷം ഉറുപ്പ്യക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും. ടയർ നോക്കുകയാണെങ്കിലും ബോഡിന്റെ മറ്റു ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലൊക്കെ നല്ല നീറ്റാണ്, നല്ല ഭംഗിയിലാണുള്ളത്. യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വണ്ടിക്കില്ല. വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുക്കാം. ഫോക്സ് വാഗന്റെ ഷോറൂമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെയോ കാണിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി ഉള്ളത് മലപ്പുറത്ത് നമ്മളെ ഓട്ടോ ഡിലക്സ് ഷോറൂമിൽ ബന്ധപ്പെട്ടാൽ മതി. വണ്ടിൻ്റെ പാർട്ടിൻ്റെ വീട്ടിലായിരിക്കും വണ്ടി ഉണ്ടാവുക. നമ്മുടെ ഷോപ്പ് എവിടെ എന്ന് അറിയാലോ, മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാലും മേൽമുറി ആലത്തൂർ പടിക്കലാണ് ഓട്ടോ ഡിലക്സ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ കാണുന്ന 2 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ ഉള്ള സ്ഥലം പറഞ്ഞുതരും, അവിടെ നേരിട്ട് പോയാൽ മതി. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.